ഇന്നും അങ്ങനെ മോർണിംഗ് ക്ലാസ് ഉള്ളൊരു ദിവസമാണ്. അങ്ങനെ രാവിലെ എണീച്ചപ്പം മഴ ചെറുതായിട്ട് ചാറുന്നു. അല്ലേ തന്നെ ഇവിടെ നല്ല ടെമ്പറേച്ചർ കുറഞ്ഞിരിക്കുകയാണ്, നല്ല തണുപ്പാണ്. അപ്പം മഴയും കൂടെ ആയപ്പോഴത്തേക്കും ഇന്ന് ഭയങ്കര തണുപ്പായിരുന്നു. എന്തായാലും രാവിലെ ക്ലാസ് മിസ്സാക്കാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെ രാവിലത്തെ ക്ലാസ്സിൽ ചെന്ന് ഇന്ന് ഞങ്ങൾക്ക് റിസർച്ച് ക്ലാസ് ആയിരുന്നു. ഹൗ ടു റൈറ്റ് എ റിസർച്ച് പേപ്പർ, അതിനൊരു ക്ലാസ് ഉണ്ട് ഞങ്ങൾക്ക്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ളൊരു ക്ലാസ് ആയിരുന്നു. അങ്ങനെ ആ ക്ലാസ്സൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് ചെറുതായിട്ടൊരു വെയിലൊക്കെ എന്നാലും തണുപ്പിൻ്റെ ഒട്ടും കുറവൊന്നും കാണത്തില്ല. അങ്ങനെ തിരിച്ച് ഡോമിലോട്ട് പോകാമെന്ന് കരുതി. എനിക്കിനി ഉച്ചയ്ക്ക് ഒരു ക്ലാസ് ഉണ്ട്, ഉച്ച കഴിഞ്ഞിട്ട് 1:30 ആകുമ്പം. എന്തായാലും കുറച്ച് സമയമുണ്ട്. അപ്പോൾ പിന്നെ ഡോമിൽ ചെന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പോകുന്ന വഴിക്ക് അവിടെ കുറച്ച് ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിലൊന്നും എൻഗേജ്ഡ് ആയില്ല. സോ അങ്ങനെ ഞാൻ ഡോമിലെത്തി. എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് വീണ്ടും അപ്പം തന്നെ ആ ഡ്രസ്സിൽ തന്നെ തിരിച്ച് അടുത്ത ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ഇറങ്ങി. അടുത്തതെന്ന് പറയുമ്പോൾ അഡ്വാൻസ്ഡ് ബയോകെമിസ്ട്രിയുടെ ക്ലാസ് ആയിരുന്നു. അങ്ങനെ ആ ക്ലാസ്സും കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇന്നത്തെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് അങ്ങനെ തിരിച്ച് ഡോമിലോട്ട് പോയാണ്. ഈ കാണുന്നതാണ് ഞങ്ങളുടെ ഡോമെന്ന് പറയുന്നത്, ഫ്രണ്ട്ഷിപ്പ് ബിൽഡിംഗ്. ഇത് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് വേണ്ടി മാത്രമുള്ള ഡോമാണ്. ഇതിൽ ചൈനീസ് സ്റ്റുഡൻസ് ഒന്നും കാണത്തില്ല. ബാക്കിയുള്ള ഫോറിൻ സ്റ്റുഡൻസ് മാത്രമായിരിക്കും ഇതിൻ്റെ അകത്ത് കാണുന്നത്. സോ ഇതാണ് ഞങ്ങളുടെ കിച്ചൺ. ഓരോ ഫ്ലോറിലും ഓരോ കിച്ചൺ കാണും. ഞങ്ങളുടെ ഫ്ലോറിലെ കിച്ചൺ ഭയങ്കര റഷ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ 6th ഫ്ലോറിൽ ചെന്ന് അവിടെ പോയി നമ്മൾ പെട്ടെന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് എനിക്ക് നൈറ്റ് ലാബ് ഉണ്ടായിരുന്നു. ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഫ്രീ ആകുമ്പോഴെല്ലാം ലാബിൽ പോകണം, എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യാൻ വേണ്ടി. സോ അങ്ങനെ ലാബിൽ ചെന്ന് കുറച്ച് വർക്കൊക്കെ ചെയ്തിട്ട് അവിടെ ഇരുന്ന് കുറച്ച് എഴുതാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇന്നത്തെ വർക്കൊക്കെ കഴിഞ്ഞ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.